ഈ കത്തി നാളെ തന്നെ തരാൻ പറയണം. കടയിൽ അത്യാവശ്യമുള്ളതാ. എനിക്ക് പോണം, കടയിൽ ആളില്ല. നിക്ക് തന്നിച്ചാ സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണോ കത്തി കാച്ചണത്? അത് ബാനു രാജിയെ കണ്ടപ്പോ അവിടം വരെ വരണ്ടല്ലോ എന്ന് കരുതി. അത് അയ്യോ, പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചാരടിയും കൊണ്ട് വന്നാണ്ടല്ലോ, ചവിട്ടി നിന്റെ വാരില് ഞാൻ ഒടിക്കും. പിടിപൊടി തല തെറിച്ചോളെ. ആ ചക്കൻ പിന്നാലെ വന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? ചെക്കന്മാര് ചക്രവർത്താനം പറഞ്ഞ് വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുക്കി കൊടുക്കും. എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? ഒറ്റ വീക്ക് വെക്കാണ്ടല്ലോ. പൊട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം. നിന്നെ ഞാൻ കണ്ടോളാടി. പോടെ. എന്തേടി പൊട്ടം കടിച്ച പോലെ? ഇന്ന് കരിങ്കാലി കിളക്കുള്ള ദിവസം. എന്താ എന്റെ സുമേച്ചി, ഇവിടെ വളപ്പിലെ തോമസിന്റെ സണ്ണിച്ചല്ലേ, അവൻ എന്റെ പിന്നാലെ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അപ്പളെ പൊട്ടി വീണ പോലെ കരിങ്കാലി ഒരൊറ്റ ചവിട്ടാ ആ ചെക്കന് സൈക്കിളിൽ കൂടി ദാ കിടക്കുന്ന പാടത്ത്. ഈശ്വര, അതൊരു പോങ്ങൻ, ഒരു ചീത്ത പോലും പറഞ്ഞില്ല. പിന്നെ എന്റെ നേരെ ഒരു ചാട്ട വെട്ടുകത്തിയും കൊണ്ട് ഞാൻ മാറിക്കളഞ്ഞു. സുമേച്ചിക്ക് ചിരി. ഇനി നസ്രാണികളൊക്കെ പടകൂടി വഴക്കിന് വരുമെന്ന പേടി. അല്ലെങ്കിൽ തന്നെ ലോകത്തുള്ളവരെ മുഴുവൻ ശത്രുക്കളാക്കിയിട്ടുണ്ട്. ഈ ഭാനുവച്ചിക്ക് വല്ല കുഴപ്പമുണ്ടോ ചേച്ചി? എന്ത് കുഴപ്പം? വല്ല ആൺകുട്ടി ആവണുണ്ടാവോ? അവള് വരണ്ട. മോൾ അറിഞ്ഞോ സുമേച്ചി? ഉറങ്ങി. സുമേച്ചി, ഇത്തിരി വെള്ളം തന്നേടി. നീ ഇത് എപ്പ പോയതാടി? എന്താ മുത്തശ്ശി? എന്റെ കുഞ്ഞിന്റെ കത്ത് വല്ലതും കിട്ടിയ മോളെ? ഇല്ല. അതെന്താടി? 2-3 മാസം കൂടുമ്പോ ഒരു കത്ത് വരും. അതിന് മുത്തശ്ശി ഇങ്ങനെ എന്നും ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? എന്നെ ഇങ്ങോട്ട് കത്തൊന്നും അയക്കേണ്ടെന്ന് എഴുതിണ്ട് ഞാൻ. നീ കറിയിക്കണ്ടാവും വരും. തള്ള കത്തൊന്നും അറിഞ്ഞിട്ട് വന്നിട്ടില്ല. പിന്നെയാ ഇത്തിരി മണ്ണ് പോകുന്നറിയുമ്പോ. ഏട്ടൻ വരുന്ന മുത്തശ്ശി നമ്പണ്ട. ഏട്ടന് കടക്കാരെ പേടിയാ, പ്രാരാബ്ദങ്ങള് പേടിയാ. ഇതൊന്നും അറിയണ്ടല്ലോ, സുഖമായിട്ടിരിക്കട്ടെ. പണം ഇല്ലാണ്ട് അവൻ ഇങ്ങോട്ട് വന്നാ കടക്കാര് കൊത്തി പറിക്കില്ലേടി. കെട്ടി നിറച്ച് പണം കൊണ്ടാവാൻ വരും. എന്നിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ളതിന്റെ ഇരട്ടി കൊടുക്കും. എന്റെ മക്കളെ രാജകുമാരികളെ പോലെ നോക്കും. അയ്യാടാ, ഉച്ചമയക്കത്തില് അവൻ വിളിക്കണ ഞാൻ കേട്ടു, മുത്തശ്ശീന്ന്. എന്റെ കുട്ടി ഒന്ന് കാണാൻ കണ്ണ് കഴിക്കുക. ഈ കുന്നും മലം കേറി നടക്കാണ്ട് ഒരിടത്ത് ഇരുന്നൂടെ മുത്തശ്ശിക്ക്? എവിടെങ്കിലും വീണാ പിന്നെ ഞാൻ തന്നെ ചുമക്കണം. പോടി, ഞാൻ വീഴൊന്നും പറഞ്ഞാലും കേക്കില്ല. മുത്തശ്ശി പോയിക്കോട്ടെടി. കുന്നും മലയും കയറി നടക്കണത് മുത്തശ്ശിയുടെ ഒരു സുഖ. അതില്ലാണ്ടാക്കണ്ട. സുമേച്ചി, എന്തിനാ വെറുതെ ഈ വെള്ളം ഇങ്ങനെ ചുമക്കണേ? ഇത് എന്റെ ഒരു സുഖം. ഇന്നോ നാളെയോ അത് ബാങ്കുകാർ കൊണ്ടുപോയില്ലേ? പിന്നെ എന്തിനാ വെറുതെ? അതുവരെ വെള്ളം കുടിക്കട്ടെ. നമ്മൾ നട്ടുണ്ടാക്കിയതല്ലേ. നമ്മുടെ അല്ലാണ്ടാവണ വരെ ഒന്നും വാടിക്കരിഞ്ഞു പോണ്ട. മുത്തശ്ശൻ എന്തായി കാട്ടണേ? അവനാവണെന്ന് ചെയ്താ പോരെ? സാരല്ല, മാറ്. ഒരു പെൺകുട്ടിക്ക് ആവണതാണോ നീ ഈ ചെയ്യണത്? മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി എങ്ങനെയാ ആദ്യമായിട്ട് മുത്തശ്ശനെ കണ്ടത്? നീ പോടാ. പാറ മുത്തശ്ശി. പരിയാനം പറ്റക്കാവില്ല ആറാട്ടിന്. ആറാട്ടിന് വേണ്ട, ഞാൻ പറയണില്ല. നീ ഞങ്ങളൊക്കെ വിട്ട് പോവല്ലേ? ഞാൻ പോണത് എന്തിനാ? എനിക്ക് സൂഹിക്കാനാ? ഈ കരുവാ പണി കൊണ്ട് എന്താവാനാ മുത്തശ്ശി? 3 തടിച്ചോളും ദിവസവും വളരുക. അവര് വല്ല കൊല്ലപ്പണിക്കാർക്കും കൊടുത്താൽ മതിയോ? നല്ല ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കല്യാണം കഴിച്ചു വിടണം, വേണ്ടേ? അതിന് ഇരുമ്പും തുരുമ്പും കൊടുത്താ പോരാ,
പൊന്നു കൊടുക്കണം. എല്ലാറ്റിനെയും കെട്ടിച്ച് വിട്ടിട്ട് വേണം എനിക്കൊരെണ്ണം. നീ കണ്ടു വെച്ചിട്ടുണ്ടോടാ? ഉം. എവിടെ? അതൊക്കെ ഉണ്ട്, ഞാൻ പറയില്ല. പറയടാ പോക്കിരിത്താ മടി. പറയില്ല, പറഞ്ഞ മുത്തശ്ശി പാട്ടാക്കും. ഓ എന്നാ പറയണ്ട. ആ. മുത്തശ്ശി, വേണ്ട. മുത്തശ്ശി. മുത്തശ്ശി, ആരാ? ഞാൻ കുറെ ദൂരെ നിന്ന് വരികയാണ്. ഈ കാവുംപുറത്തെ ദാമോദരന്റെ വീട് ഏതാ? ദാമു? ആ. എവിടെ എന്റെ കുട്ടി? ദാമുവിന്റെ മുത്തശ്ശിയ. ആ ദാമു പറഞ്ഞിട്ടുണ്ട് ഞാൻ ദാമുവിന്റെ കൂട്ടുകാരനാ. ദാമുവിന്റെ ചെങ്ങാതിയാ? എന്റെ മോൻ എന്തേ? അവൻ വന്നില്ലേ? ഇല്ല, എന്താ അവൻ വരാത്ത? മറന്നവൻ എന്നെ, ഞങ്ങളെയൊക്കെ മറന്നവൻ. മുത്തശ്ശി. ഏട്ടന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ബോംബെന്ന്. ഏട്ടൻ പറഞ്ഞിട്ട് വന്നതാ. വനച്ചോട് വേഗം വരാൻ പറഞ്ഞു മുത്തശ്ശി. എന്തിന്? ഞാൻ ഒന്ന് നിറ പറയാൻ നിലവിളക്കം വെച്ച് എഴുന്നള്ളിക്കണോ? നാടകത്തിന്റെ ഫോട്ടം പിടിച്ചതാ. പാട്ടും സംഗീതവും നാടകവും ഒക്കെ ഉണ്ട് മൂപ്പരുടെ കയ്യില്. ഐറ്റിയിൽ പഠിക്കുമ്പോ എത്രയാ സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളേ. നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു. ഒരാളെ നിർപ്പിക്കില്ല. അതുകൊണ്ട് ചോദിച്ചവരൊക്കെ 5000-ഉം 10,000-ഉം കൊടുത്തു. ആകെയുള്ള ആ പറമ്പും പണയം വെച്ചു. അങ്ങനെ 1,00,000. 75,000 റുപ്യ വിസയ്ക്ക് തന്നെ കൊടുത്തു. പറഞ്ഞിട്ട് എന്താ കാര്യം? കളിപ്പ് പറ്റിപ്പോയി. പോയ വിമാനത്ത് തന്നെ തിരിച്ചു ബോംബെ തന്നെ കൊണ്ടിറക്കി. കൊല്ലം 4 ആവണു നാട് വിട്ടിട്ട്. അവന്റെ അമ്മ മരിച്ചിട്ട് പോലും വന്നിട്ടില്ല. ബാനുവിന് ഇത്ര ദേഷ്യം അതാ. മരിച്ചതിന്റെ 21-ാം ദിവസം വിവരം അറിയണേ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നാലും പോണേന് മുമ്പ് ഒരു എഴുത്ത് എഴുതായിരുന്നു അവന്. പെട്ടെന്നാണ് പോകേണ്ടി വന്നത്, ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത്. അപ്പൊ എന്നെ ഏൽപ്പിച്ചു എല്ലാ കാര്യവും. ഇനിയിപ്പോ പഴയ പോലെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ തിരിച്ചു കയറ്റി വിടോ? ഇല്ല, തിരിച്ചു വരില്ല. അവസാനം എന്റെ കുട്ടി രക്ഷപ്പെട്ടുല്ലോ, അത് മതി എനിക്ക്. ഇത് ആട്ടുംപാൽ പിന്നെ ഒഴിച്ചതാ, കുടിക്കൂല്ലോ? ഏറ്റവും ഒടുവിലത്തെയാ. ബാനുവിനോട് പറഞ്ഞോടി. പറഞ്ഞു. ദാ വറുത്തരിയാ, തിന്നൂല്ലോ? രാജി, ഏ? പേരെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും? എനിക്കറിയാം. ഭാനു, സുമ, എല്ലാരും എനിക്കറിയാം. എന്താ അത്? പാകമാവോന്നറിയില്ല, ഒരു ഉദ്ദേശം വെച്ച് വാങ്ങിച്ചതാ. വാങ്ങിച്ചോടി, ഏട്ടൻ കൊടുത്തു വിട്ടതല്ലേ. ഏട്ടൻ തന്നെയാണ് തരുന്നെന്ന് വിചാരിച്ചോളൂ. ആ, ചേച്ചിമാരവിടെ? സുമേച്ചി, ദേ വിളിക്കണോ? മുത്തശ്ശിക്ക് ഒരു പുതപ്പ്, നല്ല കമ്പിളിയാ. മുത്തശ്ശന്. മുത്തശ്ശി, മുത്തശ്ശി എന്തിനാ കരയണേ? അതങ്ങനെയാ. അവന്റെ ഒരു എഴുത്ത് വന്നാ കരയും. അവന്റെ പഴയ കുപ്പായം കണ്ടാ കരയും. രണ്ടാളും വലിയ കൂട്ടായിരുന്നേ. മുത്തശ്ശി, ദേ ദാമുവിന് പകരമായിട്ടാ ഞാൻ വന്നിരിക്കണേ. മുത്തശ്ശി ഇതെന്തായി കാട്ടണേ? സുമ അല്ലേ? മറ്റേ ആൾ വന്നില്ലേ, ഭാനു? അവള് കുളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. നേരെ ഇരുത്തിയല്ല. ഇതാ വരുമ്പോ ഒരെണ്ണം കൊടുത്തേക്കൂ. കുഞ്ഞിന്റെ കാര്യം ഞാൻ ഓർത്തില്ല, എനിക്കറിയില്ലായിരുന്നു. അവക്കൊരു ചതി പറ്റിയതാ. ആളുകളുടെ മനസ്സ് തുറന്ന് നോക്കാൻ പറ്റുമോ? ദാമുവിന്റെ കൂട്ടുകാരൻ ഒരു ചോച്ചക്ക. എല്ലാം വിളമ്പിക്കോ, കണ്ണി കണ്ടവരോടൊക്കെ വിളമ്പിക്കോ. മോളെ, ഏട്ടൻ പറഞ്ഞയച്ച ആളാ. ആര് പറഞ്ഞാലും സന്ധ്യ കഴിഞ്ഞു. 7:30 കഴിഞ്ഞാൽ ടൗണിലേക്ക് ബസ്സില്ല.
എങ്ങനെയുണ്ടടി? നല്ല ഭംഗിയുണ്ട്. അസലായിട്ടുണ്ട്. നിനക്കും ഉണ്ടടി ഒരെണ്ണം. ആ ദാ കണ്ടോ? ആഹാ സന്തോഷം. നാണോ മാനോ ഉണ്ടോടി നിങ്ങക്കൊക്കെ? ഏതോ ഒരുത്ത വന്ന് ഇളിച്ചു കാട്ടി തന്നപ്പോ വാങ്ങിയിരിക്കണ്. ഏട്ടൻ കൊടുത്തു വിട്ടതാ. ആരാ പറഞ്ഞ? എന്താ ഉറപ്പ്? ഏട്ടന്റെ കൂട്ടുകാരനാടി. ഏട്ടന്റെ കൂട്ടുകാരുടെ കയ്യിലിരിപ്പൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ? നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്ത് എന്താ ചെളിയാണോ? താങ്ങോട്ട് തടി. കരിങ്കാളി. അതുകൊണ്ട് കുറച്ച് ദിവസം എനിക്ക് ഇവിടെ നിൽക്കണമായിരുന്നു. അതിനെന്താ അതെ, സന്തോഷല്ലേ? ഇതൊന്നും ഇവിടെ വേണ്ട. എന്താ ഈ നിഷേധി കാണിക്കണേ? മോളെ ഇതൊക്കെ ദാമു കൊടുത്തു വിട്ടതാ. ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ കൊടുത്തു വിടാൻ ഇവിടെ എന്താ ഉടുക്കാൻ തുണിയില്ലാണ്ടിരിക്കുകയാണോ? ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ദാമു. അതൊക്കെ നിങ്ങളുടെ കാര്യം. ഇവിടെ ഞങ്ങൾ 3 പെൺകുട്ടികളുടെ വീടാ. ഒരു വീട്ടിൽ വരാൻ ചില സമയവും കാലമൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോ പോണം ഇവിടുന്ന്. ഛേ, എന്താ ഈ കുട്ടി പറയണേ? നമ്മുടെ വീട്ടിലേക്കായിട്ട് വന്നിട്ട് എന്നാ പിന്നെ അകത്ത് കയറ്റി കിടത്ത്. ഒരു കൂട്ടുകാരൻ ചെയ്ത ഉപകാരം ഇപ്പൊ തൊട്ടില് കിടക്കുന്നുണ്ട്. എന്നെ കൊണ്ട് വേണ്ടാത്ത വർത്താനം പറയിക്കണ്ട. ഇങ്ങനെ മര്യാദ ഇല്ലാണ്ടായ എന്താ ചെയ്യാ? കുഴപ്പമില്ല, ഞാൻ പോവാണ് മുത്തശ്ശി. ഇതും കൂടി വെച്ചോ. ഇത് മതി അവൾക്ക്. പിന്നെ എനിക്ക് വേണം. ഇത് എന്ത് കിട്ടിയതാ? ഇനിയിപ്പൊ ഈ രാത്രി എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, ഞാൻ പോവാണ്. ഇത്ര നികളിപ്പ് പാടില്ല പെൺകുട്ടികൾക്ക്. അവനിതറിഞ്ഞ എന്താ പറയാ? അതെ, ആരാ? ഒരു മനുഷ്യൻ. അത് മനസ്സിലായി. കൊല്ലക്കുടിയിൽ എന്താ കാര്യം ചോദിച്ചത്? അത് ചോദിച്ചില്ലല്ലോ. എന്നാ അങ്ങനെ ചോദിക്കുന്നു? കൊല്ലക്കുടിയിൽ എന്താ കാര്യം എന്നറിയില്ലേ? ഇല്ല. കത്തി കാച്ചിക്കാം, അരിവാള് കാച്ചിക്കാം, കുന്തം, കോടാലി, മഴു ഇതൊക്കെ പണിയാം, കാച്ചിക്കാം. ഓഹോ, കാച്ചിക്കോ കാച്ചിക്കോ. ആയിക്കോട്ടെ. ആ. ഓ, എല്ലാരും യാത്ര അയക്കാൻ നിൽക്കുകയാണ്. പോയിരുന്നു വലുതും പഠിക്കടി. ഭർത്തമാർക്ക് മാത്രമേ സീറ്റുള്ളൂ. നാട്ടുകാരൻ ചിലരൊക്കെ ഇവിടെ ഉണ്ട്. കൈ കായുണ്ട്. കൈ കായുള്ള നാട്ടുകാരൻ ഇങ്ങോട്ട് കേറി വാടാങ്ങട്. കരളേ, കാന്താരി മിളക്. നിനക്കെന്താ? കണ്ട കള്ളുകൂടിയന്മാര് തലയ്ക്ക് വെളിവില്ലാണ്ട് ഇത് എന്തേലും കേൾപ്പിക്കാനാണല്ലോ ഓരോരുത്തര്